ഗ്രാൻഡ് തീഫ് ഓട്ടോ. അപ്പം നേരെ ഗെയിമിലോട്ട് പോവാം. ഒരു നോർത്ത് ഇന്ത്യനോ സൗത്ത് ഇന്ത്യനോ ആ ഒരു ഗെയിമാണ് നമ്മളിന്ന് കളിക്കാൻ വന്നത്. പേരല്ല, അതൊരു അതുപോലെയാണിത്. നമുക്ക് ഗെയിം ലോഡായിട്ട് കാണാം. ഇത് ഞാൻ അന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് അതിനെക്കാട്ടി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അപ്ഡേറ്റ് വന്നിട്ട് അതിൽ പുതിയൊരാൾ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ കുപ്പായം കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ നമ്മളെ ഈ ടി വിയിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് റിമോട്ട് നമ്മളെ ഗാലറിയിലെ ഫോട്ടോസെല്ലാം വെക്കാം. ഞാൻ ഉണ്ടോ നോക്കട്ടെ. ഞാൻ മിനിയാന്ന് കളിച്ചിട്ടില്ല ഗൈസ്, ഞാനത് ഡിലീറ്റ് ആക്കിയത്. അപ്പം നേരെ നമുക്ക് ആ പുതിയ അപ്ഡേറ്റ് വന്ന ചെക്കൻ്റെ അടുത്തേക്ക് പോവാം. ആ ചെക്കൻ അവിടെ ഉണ്ട്. ഞാൻ ഇന്നലെ കളിച്ചു, ഇന്നലെ മിനിയാന്ന് വെച്ചും. അപ്പം ആ ചെക്കൻ എന്നോട് എന്തെങ്കിലും കലമ്പലായിട്ട് ഞാൻ ആ ചെക്കനോട് ചൊടിച്ചിട്ടായിരുന്നു ഉണ്ടായി. ഇപ്പോൾ പോയി എന്തെങ്കിലും ആവുമോയെന്നറിയില്ല. നേരെ ആ ചെക്കൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ അവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ അപ്ഡേറ്റ് ഇല്ലേ. ഇവനിവിടെ കിടക്കെല്ലാം ചെയ്യും. ഇപ്പോൾ അവൻ ആദ്യം വരും. സോറി ഗൈസ്, മാപ്പ് ഞെങ്ങിപ്പോയി. ഇപ്പോൾ അവൻ കിടന്നിട്ട് ആദ്യം വരും. അപ്പോൾ അവനോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അവൻ പറയും എൻ്റെ പരം കൂട്ടുകൂടാൻ റെഡിയാണോ ചോദിക്കും. അപ്പം നമ്മൾ ആ ടിക്ക് കൊടുത്താൽ അവൻ നമ്മളെ ബാക്കിലേ വരും വണ്ടിയിലെല്ലാം. ആ വിരലിൻ്റെ ചിഹ്നയ്ക്ക് നമ്മളെപ്പോ തന്നെ വരും. കണ്ട നമ്മൾ ഓടുമ്പോൾ തന്നെ അവൻ ഓടും. ഞാൻ ഓടുമ്പോൾ തന്നെ അവൻ ഓടും ഗൈസ്. പിന്നെ നമുക്ക് വണ്ടിയിൽ വേണമെങ്കിൽ അവനെ കൊണ്ടുപോകാൻ കഴിയും. ഞാൻ കാണിച്ചു തരാം. അവൻ കയറുമോ നോക്കട്ടെ. അവന് കാരണം അവനെ മുമ്പിൽ കൊണ്ടുപോയിട്ട് വെക്കണം. അപ്പോൾ അവനോടുണ്ട്. അപ്പം കയറുമോ നോക്കാം ഗൈസ്. ആ ഗൈസ് കയറി. ഇതാണ് പുതിയ അപ്ഡേറ്റ്. ഇവൻ നമ്മളെ ഫ്രണ്ടാണ്. ഇതാണ് നമ്മളെ ഫ്രണ്ട് വണ്ടിയിലിരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മളെ ഫ്രണ്ട്. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ് ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇവനൊരു പുതിയൊരു ബസ് കാണിക്കാനാണ്. അപ്പം അത് മേടിക്കാൻ നമ്മൾ ഷോറൂമിലേക്ക് പോവാണ്. ചെക്കൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ചെക്കൻ ഉറക്കത്തിലാണ്. നമുക്ക് ആ കീ കൺട്രോൾ ആവും ഗൈസ്. അപ്പം നേരെ നമ്മൾ അപ്പോൾ ഗൈസ് ചെറിയൊരു സങ്കടമുണ്ട്. നമ്മൾ ഈ വണ്ടി കൊടുത്തിട്ടാണ് ഇൻ്റർനെറ്റ് വേണ്ട ഈ ഗെയിമിന്. അതുകൊണ്ട് ഇൻ്റർനെറ്റ് ഓഫാക്കി. ഇപ്പോൾ പരസ്യമൊന്നും വരുന്നില്ല. നമുക്ക് ബസ് കാണിക്കുന്നിടത്ത് എത്തിയിട്ട് കാണാം, അല്ലെങ്കിൽ വീഡിയോ ലെങ്താവും. അവരൊരു പാർക്കിലെത്തിയിട്ട് കാണാം എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ പാർക്കിൻ്റെ മാപ്പെല്ലാം ഇട്ടിട്ടുണ്ട് ഇടാം. അപ്പം നമുക്ക് വേഗം പാർക്കിലേക്ക് പോവാം. നമുക്ക് പാർക്കിലെത്തിയിട്ടുണ്ട്. നമുക്ക് അവരുണ്ടോ നോക്കാം. അപ്പോൾ ഗൈസ് കുറേ സമയത്തിന് ശേഷം നമുക്ക് അവരെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് അവർ. അപ്പോൾ നമുക്ക് ഇനി ഈ വണ്ടി നമുക്ക് വെക്കേണ്ടത് പറഞ്ഞാൽ അങ്ങാടെ ഇയാളാണ് നമുക്ക് കൊടുക്കേണ്ട ആൾ. അപ്പം നമുക്ക് ഇയാളെ വിളിക്കാം. നമ്മളെ മനസ്സിലായിട്ടാണോ നമുക്ക് അയാളെ വിളിക്കാം. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ കീയെല്ലാം കൈമാറി. ഇനി ഇവിടുന്ന് പോവാം. നമ്മൾ OP ട്രാവൽസിൻ്റെ ബസ്സാണ് എടുത്തത്. ഇനി നമുക്ക് ഇവിടുന്ന് നമ്മളെ ബസ് നിർത്തിയിട്ടടുത്ത് പോവാം. അടുത്തേക്ക് പോയിട്ട് കാണാം ഗൈസ്. നമ്മളെ
വേറെ വണ്ടിയിലായിരിക്കും വരല്. അറിയില്ല മുതലാളിയെ കാണുന്നില്ല. മുതലാളി അവിടെയോ ബ്ലോക്കിൽ പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്കിതെടുത്തിട്ട് നേരം മുതലാളിൻ്റെ വീട്ടിലേക്ക് പോവാം. നമ്മളെ കാറ് അവരെ ഗോഡൗണിൽ ഇതാ പറഞ്ഞില്ല. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട സൈഡിൽ ഇട്ടേ പറഞ്ഞില്ല. അപ്പോൾ മുതലാളി ഓടി വരുന്നുണ്ട്. ബസ് കണ്ടാൽ മുതലാളിനെ ബസ്സിൽ കയറ്റാം. എനിക്ക് മുതലാളിനോട് കയറാൻ പറ. മുതലാളി കയറുമോ? മുതലാളി വാ കയറി. എങ്ങനെയുണ്ട് മുതലാളി പുതിയ ബസ്? പൊളിടോ പൊളി പൊളി. മുതലാളിക്ക് ഇഷ്ടപ്പെട്ടു. മുതലാളിനെ ഇവിടുന്ന് ഓട്ടോറിക്ഷയിൽ വരുന്ന പറഞ്ഞത്. നമുക്കിനി പോവാം വീട്ടിലേക്ക്. അപ്പോൾ നമുക്ക് വീട്ടിലേക്കുള്ള വഴി അറിയില്ല. അതിന് മുമ്പിൽ നമുക്ക് RTOയിലൊന്ന് പോകണം ഗൈസ്. അവിടെ നമുക്ക് ഇതിൻ്റെ ലൈസൻസ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഇത് അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് സൗത്ത് ഇന്ത്യൻ പോലത്തെ ഒരു പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ ഡീസൻ്റായിട്ട് ബസ് നിർത്തിയിടാം. നമുക്ക് വേഗം കഴിഞ്ഞിട്ട് പോവാം. മുതലാളി ചിലപ്പോൾ ഇവിടെ വരുന്ന പറഞ്ഞിനി. വന്നിട്ട് കാണുന്നില്ല. നമുക്ക് എന്തായാലും സംസാരിച്ച് നോക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ 3 കോൺസ്റ്റബിൾ ഉണ്ടാവുന്ന പറഞ്ഞ വിളിച്ചപ്പോൾ 3 അല്ല 4 എണ്ണം ഉണ്ടല്ലോ. നമുക്ക് ഈ വേറോട് ചോദിച്ചോക്കാം. ഹലോ സോ, ഞാൻ OP ട്രാവൽസിൻ്റെ ബസ് എടുത്തായിരുന്നു. അതിൻ്റെ കുറച്ച് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞു. അടുത്തേക്ക് വിളിച്ചായിരുന്നു. അതെ അതെ അതെ. അത് മറ്റേ ഇനി ഈ 4 പോലീസിനെ നീ കാണാം. അപ്പോൾ എന്നാലും അവർ തരുന്നു എനിക്ക്. ഓക്കെ സാർ. ബോസ് വന്നു ഗൈസ്. ബോസ് വന്നിട്ടുണ്ട്. നമുക്ക് സാർ OP ട്രാവൽസിൻ്റെ ഇൻഷുറൻസ് ചോദിച്ചായിരുന്നു. മോനെ അത് നീ അങ്ങ് ബേജാറൊന്നും വേണ്ട. അത് 2 ദിവസത്തിനുള്ളിൽ കിട്ടും. അപ്പോൾ മറ്റേ പോലീസിനെല്ലാം കാണണ സാറേ? വേണ്ട. ഞാനന്ന് ഇവിടുത്തെ SI. നീ എൻ്റെ കണ്ടിട്ട് പോയാൽ മതി. 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു തരാം. നമുക്ക് മുതലാളീൻ്റെ പുരം പോവാം. മുതലാളീനെ കൊണ്ടാക്കാൻ ഇവർ വരുന്നു പറഞ്ഞായിരുന്നു ഈ ബസ്സിൻ്റെ ഓണേഴ്സ്. നമുക്ക് ബസ്സിൽ കയറാം. പോവാം. ശ്രദ്ധിച്ചെടുത്തിട്ടില്ലെങ്കിൽ അറസ്റ്റാകും ഗൈസ്. ഗൈസ് ഇയാളെന്തോ ഒച്ചെടുക്കും. മാറണം മുതലാളിയിൽ കയറണ മുതലാളി കയറിക്കോ ഗൈസ്. ചെറിയ ലാഗ് ഉണ്ട്. അപ്പോൾ ആ ലാഗ് മാറിയിട്ടുണ്ട്. മുതലാളി ഇടിയുണ്ട്. മുതലാളി അവിടെ അയാളെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. മുതലാളി വരും ഇപ്പം വീട്ടിലേക്ക്. നമ്മൾ എത്തുമ്പോഴത്തേക്ക് മുതലാളി എത്തിയിരിക്കും. ഇനി നമുക്ക് വീട്ടിലേക്കെല്ലാം മാപ്പിട്ടിട്ട് പോവാം. അപ്പം വീട്ടിലെത്തുന്നതിന് മുമ്പിൽ അമ്പലത്തിൽ പോകണമെന്നുണ്ടായിന്. അപ്പം അമ്പലത്തിലും കൂടി ഒന്ന് പോയിട്ട് വരാം. അമ്പലം കുറച്ച് ദൂരമാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം. ഇത് നല്ലൊരു ഗെയിമാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണോ എന്നറിയില്ല. അപ്പം നേരെ പൂജ, നേരെ വീട്ടിലേക്ക് മുതലാളീനെ കാണിക്കാം, മുതലാളീൻ്റെ ഭാര്യനെ കാണിക്കാം, ഓരോന്ന് പറയുന്ന നോക്കാം. പിന്നെ പാർട്ട് 2 ആയിട്ട് വരും. പിന്നെ നമ്മളാണ് ഇത് ഓടിക്കുന്നത്. മുതലാളി വരില്ല. ഇനി നമ്മൾ ഒറ്റക്ക് ഇതിൽ ട്രിപ്പെല്ലാം പോകണം. അതാണ് എനിക്ക് ചെറിയൊരു വിഷമം. ഞാൻ ഒറ്റക്കേ ഇല്ല, വേറെ ആരുമില്ല. കിളിയായിട്ട് നമുക്ക് പോവാം. പിന്നെ മുതലാളിക്ക് വേറൊരു ബിസിനസ് പറഞ്ഞാൽ ഇതുപോലെ ഒരു ട്രക്ക് ഉണ്ട് മുതലാളിക്ക് സ്വന്തമായിട്ട്. അപ്പം നമ്മൾ അമ്പലത്തിൽ പോകുന്ന വഴിയാണിത്. അമ്പലത്തിലേക്ക് പോകുന്ന വഴി. നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. നമുക്ക് പൂജാരിനെ കണ്ട് സംസാരിക്കാം. നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. പൂജാരി
പുള്ളിക്കാരിനോട് സംസാരിക്കാം. പൂജ കഴിഞ്ഞിട്ട് കാണാം. ഇവിടെ ക്യാമറ അലോഡല്ല. അപ്പം പൂജ കഴിഞ്ഞിട്ട് കാണാം. നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ട് എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളെ വീടെത്തി. അപ്പം ഹാപ്പി ട്രാവൽസിൻ്റെ വേറൊരു വണ്ടിയുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ പുതിയ വണ്ടി വിറ്റപ്പോൾ ഇയാൾ പറഞ്ഞായിരുന്നു വീട്ടിലെത്തിയിട്ട് കാണാൻ. നേരെ വീട്ടിൽ കയറിയിട്ട് എൻ്റെ ബോസിനോട് സംസാരിക്കണം. പ്രൊഫഷണൽ ഡ്രൈവിംഗ് ആണോ? ചിലപ്പോഴേ ഇല്ലാത്തപ്പോഴല്ല എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ പക്ഷേ ഒന്നാവില്ല. അപ്പം നേരെ കാണിച്ച ബീജമില്ലാത്തതുകൊണ്ടാവും. അത് ഞാൻ വീണല്ല, അത് ഹമ്പാണ്. അപ്പം നമുക്ക് ഇനി മുതലാളിനെ കണ്ടുപിടിക്കണം. മുതലാളി ആരും ഉണ്ടാവില്ല. അപ്പോൾ ഗൈസ് ഞാനും ബോസും വന്നിട്ടുണ്ട്. ഇനി ബസ്സിനുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകണം. ഞാനും ബോസും ബൈക്കിനാണ്. ബൈക്ക് മറ്റേ ബുള്ളറ്റിൻ്റെ ഏതാണ് ബുള്ളറ്റ് റോയൽ എൻഫീൽഡാണ് പേര് പറഞ്ഞത്. അപ്പം മലയാളി വേറെ മലയാളി കയറിയിട്ടുണ്ട്. അല്ല ഇപ്പം മലയാളി മൂക്കും കുത്തി വീണാൻ. അപ്പം നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. ടോണി ബൈ വർക്ക്ഷോപ്പാണ്. നമുക്ക് നമ്മൾ കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. മലയാളിയാണ് മേടിച്ചത്. ഞാനിവിടെ വെറുതെ നോക്കിക്കുന്നുണ്ടായിട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഇനി നേരെ വീട്ടിലേക്ക് വന്നിട്ട് മലയാളിയുടെ പോയിക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഇത് എൻ്റെ ബൈക്കാണ്, മുതലാളീൻ്റെ അല്ല. അതുകൊണ്ട് മുതലാളിക്ക് കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ഇഷ്ടപ്പെട്ട അനക്കും മുതലാളിക്കും വേണ്ടി ഒന്ന് സബ് ചെയ്യണം. പിന്നെ മുതലാളി പറയും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, ഷെയർ ചെയ്യുക. ബൈ. അപ്പോൾ മുതലാളി പറഞ്ഞെല്ലാം ചെയ്യണം ഗൈസ്. ബൈ.